എൻ്റെ 10ാമത്തെ വയസ്സിൽ എന്നെ ഇങ്ങനെ യൂസ് ചെയ്തു. ഒന്ന് ആലോചിക്കുക, 10 വയസ്സുള്ളൊരു കൊച്ചിനെ ഉപദ്രവിച്ച യൂസ് ചെയ്ത കഥയാണ് നീ പറയണേ എന്ന് നിങ്ങൾക്ക് ചോദിക്കാമല്ലോ. 15ാമത്തെ വയസ്സിൽ 15 പേരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ. എനിക്ക് ടോമി സാറിന് ഇഷ്ടമല്ലായിരുന്നു. എന്നെ പഠിപ്പിച്ച സാറിനെ എനിക്കിഷ്ടമല്ല. എൻ്റെ പാവട മുക്കി തല്ലുന്ന സാറായിരുന്നു. നിൻ്റെ അമ്മ ഞാനല്ല നിൽക്കുന്ന ആളോട് പോയി ചോദിക്കടിയെന്ന് പബ്ലിക്കായിട്ട് ഒരു സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഈ പ്രായമുള്ള സ്ത്രീയുടെ വാശി എൻ്റെ ജീവിതത്തിനെ ഒന്നടക്കം നശിപ്പിച്ചു. ഒരു വെട്ടൊക്കെ കിട്ടിയിരിക്കുന്നു. വെട്ടോ മുട്ടുകാലിനൊരു വെട്ട് കിട്ടിയിട്ടുണ്ട്. ആരാണ് അച്ഛൻ. നമ്മൾ അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉള്ളുകൊണ്ട് ചിരിക്കുകയായിരുന്നു. ആ തല്ലുകൊള്ളുന്ന വരെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ ആ തല്ലുകൊള്ളുമ്പോൾ ചിരിച്ചാൽ പിന്നെ ആർക്കാണ് എന്നെ ഉപദ്രവിക്കാൻ അവർക്കൊരു രസം കിട്ടുക? എൻ്റെ ബാല്യം മുഴുവൻ ബെൽറ്റിൻ്റെ ഇടയിലായിരുന്നു, ചൂലുകെട്ടിൻ്റെ ഇടയിലായിരുന്നു. എനിക്ക് കിട്ടിയതൊക്കെ അടിയാണെങ്കിൽ ആ തല്ല് തന്നെ ഞാൻ എൻ്റെ ജീവിതത്തിലും വരുമാനമാക്കി മാറ്റി. ഞാനിപ്പോഴും ചോദിക്കണം, എൻ്റെ 15 വയസ്സെവിടെ, എൻ്റെ 17 വയസ്സെവിടെ, എൻ്റെ 20 വയസ്സെവിടെ? എനിക്ക് തിരിച്ചതാ. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കാളി ചേച്ചിയും മോളുമാണ്. നമസ്കാരം. മോളുടെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് മോളാണെന്ന് പറഞ്ഞത്. പേരെങ്ങനെയാ? വൈഗ. നല്ല പേരാണല്ലോ. വൈഗയ്ക്കൊരു നദിയുണ്ട്, അറിയോ? കർണാടകയിലാണ്. ഇതൊരു സംശയം അല്ലെങ്കിൽ എൻ്റെ മാത്രം സംശയമല്ല, ഒരു പ്രേക്ഷകൻ ഒന്നടക്കം. ഞാനിപ്പോൾ പലപ്പോഴും ചേച്ചീൻ്റെ റീൽസ് കാണാറുണ്ട്. ഇപ്പം ഞാൻ അടക്കമുള്ള ഒരു ഓൺലൈൻ മീഡിയക്കാരാണ്. പക്ഷെ നിരന്തരം ചേച്ചിയുടെ വീഡിയോ കാളി ആ ഡ്രസ്സിൽ വന്നു, കാളിയുടെ മറ്റേ മാല കണ്ടോ, ശൂലം കണ്ടോ, കാൽത്തള കണ്ടോ, കൈത്തള കണ്ടോ, ഇതാണ് ടൈറ്റിൽ. കാളി കാളി കാളി. ഇപ്പം ഞാൻ ആലോചിക്കും, ഒബ്വിയസ്ലി ഞാനൊരു നോർമൽ പേഴ്സണാണ്. മീഡിയ നടത്തുന്നത് സെക്കൻഡറിയാണ്. ഞാനൊരു ഇത് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ നോക്കുന്നത് ഒരു പ്രേക്ഷക എന്ന നിലയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? കാഴ്ചക്കാർ, പ്രേക്ഷകർ കാഴ്ചക്കാർ. ഇവരെന്താണ് ഈ ചേച്ചിയുടെ അടുത്ത് കാണിക്കുന്നത്? അല്ലെങ്കിൽ വേറൊരു ഭാഷയാണ് മനസ്സിൽ, മനസ്സിലാകുന്നുണ്ടോ? ഇവരെന്താണ് ഇവരെ എപ്പോഴും കാണിക്കുന്നത്? അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്ത. അപ്പോൾ ചേച്ചിയാണ് ഇങ്ങനെ മറുപടി കൊടുക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ഞാൻ നോക്കുമ്പോഴത്തേക്കും ചേച്ചി വരുന്ന മറുപടിക്ക് എടുത്തിട്ട് പൊരിച്ചെടുക്കുന്നവരെ. കഴിഞ്ഞ ദിവസം ചേച്ചിയുടെ ഒരു ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഒരു ഇത്രയുള്ളൊരു 3/4 ഇട്ടിട്ട് ചേച്ചി വന്നിട്ട്. അപ്പോൾ ഞാൻ എനിക്കേ പറ്റുന്നില്ല. 2 മക്കളുള്ള ചേച്ചിയുടെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാകും 2 മക്കളുള്ള സ്ത്രീയാണ്. സൂപ്പർ. അപ്പോൾ എനിക്ക് തോന്നി എന്താണെങ്കിലും എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ ചോദിക്കണം. അങ്ങനെയാണ് ഞാൻ വന്നത്. എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഞാൻ ഇത്രയും വലിയ കഥയായിട്ട് പറഞ്ഞതല്ല. ഈ ഡെയിലി ചേച്ചിയെ പറ്റി തന്നെ ഇങ്ങനെ വരുമ്പോൾ ചേച്ചിക്ക് എന്താ തോന്നുന്നത്? എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ല. അത് എന്താ പറയുക, നമ്മളാരും ശ്രദ്ധിക്കാണ്ട് കിടക്കുന്ന ഒരു കഥാപാത്രത്തിനെ അവിടം വരെ എത്തിക്കാൻ, അല്ലെങ്കിൽ ഇവിടം വരെ എത്തിക്കാൻ ഞാൻ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ട്. നിന്നെയൊക്കെ കേൾക്കാൻ ആരാടി ഉണ്ടാവുന്നേ എന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്നെയൊക്കെ കേൾക്കാൻ. നെഗറ്റീവ് പറയാനായിക്കോട്ടെ, പോസിറ്റീവ് പറയാനായിക്കോട്ടെ, ഈ കേരളക്കര മൊത്തം ഉണ്ട് അല്ലേ? തീർച്ചയായും. അപ്പോൾ അതിൻ്റെ ഒരു വാശിയായിരുന്നു ഞാൻ പറയേണ്ടടുത്ത് പറയാനൊരവസരം. എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അത് പറയാൻ, കേൾക്കാൻ വേണ്ട, പറയാനൊരവസരം. എല്ലാ കുഞ്ഞുങ്ങൾക്കും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അവരെ കേൾക്കാനൊരു സമയം. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് ടൈം കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം അങ്ങനത്തെ ഒരു സാഹചര്യം. പക്ഷെ അങ്ങനത്തെ ഒരു സാഹചര്യം നമ്മുടെ സമൂഹത്തിലൊരു സ്ത്രീക്കുണ്ട്. അവർ സ്വന്തം മക്കളുടെ ശബ്ദം കേൾക്കാൻ സമയമില്ലാത്തൊരവസരം നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾക്ക് വന്നത് പലപ്പോഴും മക്കളെ നോക്കുക, അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ കൊടുത്തു കഴിഞ്ഞാൽ മറ്റൊരു സ്ത്രീയെ തേടി പോവുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പുരുഷന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പോൾ ഒരു ഓൺലൈനിൽ ഞാൻ കേട്ടിട്ടുണ്ട്, പുരുഷന്മാർ പട്ടികളെ പോലെയും, അതായത് സ്നേഹത്തിന് അടിമയായിട്ട് കിടക്കും, സ്ത്രീകൾ പൂച്ചയെ പോലെയും തലയിൽ കൊടുത്താൽ ആരുടെ കൂടെ വേണമെങ്കിൽ പോകണം. എല്ലാ പുരുഷന്മാരും നായ്ക്കളും അല്ല, എല്ലാ സ്ത്രീകളും പൂച്ചകളും അല്ല. നായ്ക്കളെ പോലെ കിടക്കുന്ന സ്ത്രീകളും ഉണ്ട് അല്ലേ? പൂച്ചകളെ പോലത്തെ പുരുഷന്മാരും ഉണ്ട്. പുരുഷന്മാർ തടകലിന് പുറമേയല്ല, തടകാൻ പോകുന്നതാണ്, അത് ഡിഫറെൻറ്റ്. അതിനല്ല ഞാൻ പറയണേ. ഈ സ്വന്തമായിട്ടൊരു വരുമാനമില്ല, വിദ്യാഭ്യാസമില്ല, പെൺമക്കളെ കല്യാണം കഴിപ്പിക്കലാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്ന് ചിന്തിക്കുന്ന ഒരു സമൂഹം വേറൊന്നുണ്ട്. ആ സമൂഹത്തിൽ സ്വന്തം കുഞ്ഞുങ്ങളുടെ സംസാരം കേൾക്കാൻ താല്പര്യമില്ലാത്ത, അല്ലെങ്കിൽ നേരമില്ലാത്ത, അവരെന്താ പറഞ്ഞ എന്തോ, അന്നത്തെ വിദ്യാഭ്യാസം അത്രേ ഉള്ളൂ പാരൻസിന്. ശരിക്കും പറഞ്ഞാൽ ഒരു അച്ഛനോ അമ്മ ആവണതിന് മുമ്പ് ഒരുപാട് പാരൻസിന് ക്ലാസ് എടുക്കുക, ഒരച്ഛന് ക്ലാസ് എടുക്കുക, ഒരമ്മയ്ക്ക് ക്ലാസ് എടുക്കുക. അമ്മക്ക് എല്ലാം പഠിക്കണം അല്ല, മക്കളോട് ക്ഷമയോടിരിക്കുക, അല്ലെങ്കിൽ മക്കളുടെ സംസാരം കേൾക്കുക. പല അമ്മമാർക്കും പല പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മക്കളുടെ സംസാരം കേൾക്കാൻ പോലും
പക്ഷെ എനിക്കെന്തോ ദൈവം എല്ലാത്തിനും ഒരു അനുഗ്രഹം തന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ്, എന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസിയല്ല, പൂജയും കാര്യങ്ങളും നാട്ടിൽ നടക്കുന്ന ഒരാളല്ല. പക്ഷേ എല്ലാം വിധിപ്പടി വിടുന്ന ആളാണ്. ദൈവം ഇങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, എനിക്കൊരു ജീവൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കടമ ഇതാണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. അത്രേ ഉള്ളൂ ദൈവവും ഞാനായിട്ടുള്ള ബന്ധം. ചേച്ചി ഞാൻ ആദ്യം തന്നെ എൻ്റെ ചാനലിൽ ഓണാശംസകളാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ ഏറ്റവും സാഡ് സ്റ്റോറിയൊക്കെയാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഒരാളുടെ വളരെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ ചൂണ്ടി ചോദിച്ചത്. അതായത് ന്യൂസ് ഫീഡിൽ കൂടി ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരിത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറഞ്ഞ് നമ്മളൊരു എപ്പിസോഡ് ചെയ്യാമെന്ന് വന്നപ്പോൾ ഞാനിങ്ങനെ ആദ്യം ചേച്ചിയോട് ചോദിച്ചിരുന്നു, ചേച്ചി ഓണത്തെക്കുറിച്ചൊക്കെ നമ്മളോട് പറയുമെന്ന് ചോദിച്ചപ്പോൾ ചേച്ചിനോട് പറഞ്ഞു, നീ എന്നെ കരയിക്കാൻ വരുവാണോ എന്ന് ചോദിച്ചു. അതെനിക്ക് ഹോണ്ട് ചെയ്തു. എന്താ ചേച്ചി, ഓണങ്ങളൊക്കെ അത്രയും അകലമായിരുന്നു? ഞാൻ ഇപ്പോഴും ഓരോന്നെ കാണിച്ചു കൂട്ടണം കണ്ടാലറിയാം, എനിക്ക് ക്രൗഡ് ഇഷ്ടമാണ്, എനിക്ക് ആഘോഷങ്ങൾ ഇഷ്ടമാണ്. കാരണം ആഘോഷങ്ങൾ വരുമ്പോൾ തനിച്ചായിട്ടുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ആഘോഷങ്ങൾ ഭയങ്കരം, അതായത് ഓണം, വിഷു, ബർത്ത്ഡേ, ഇതൊക്കെ ഭയത്തോടൊരു കാണാളാണ്. അന്നാണ് ഞാൻ തനിച്ചാവുക. കാരണം ഈ സൗഹൃദങ്ങളൊക്കെ അവരവരുടെ നാട്ടിൽ അവരവരുടെ കുടുംബമായിട്ട് കഴിയുന്ന സമയത്ത്, ഈ സ്കൂളൊക്കെ ഒന്നും ഇല്ലാത്ത സമയത്ത് തികച്ചും തനിച്ചാവുന്ന ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബാക്കിയുള്ള ടൈമിലൊക്കെ ഈ രാത്രി ആവാൻ കാത്തിരിക്കും, കാരണം സ്റ്റേഡിയത്തിലേക്ക് പോവാം, എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലിരിക്കുക. എൻ്റെ തരക്കാരോ പ്രായക്കാരോ അല്ലെങ്കിൽ എൻ്റെ അറിയുന്നവരോ അല്ല. പക്ഷെ അവിടെ ഇരിക്കുമ്പോൾ, ആ ക്രൗഡിൻ്റെ ഇരിക്കുമ്പോൾ ഞാനൊരു ഉത്സവത്തിലിരിക്കണ പോലെയാണ്, ഒരു ആഘോഷത്തിൻ്റെ. എനിക്കെന്നും ആഘോഷമാണ്. ഞാൻ വനിതാ വനിതയിൽ വന്നതും അതൊരു ആഘോഷമായിട്ടാണ്. ഇപ്പോൾ എക്സിബിഷൻ, എല്ലാവരും ചോദിക്കും ഈ എക്സിബിഷനിൽ എന്താവുള്ളേ, നീ എന്തിനാ ഇതിൻ്റെ ഇടയിൽ എല്ലാ ദിവസവും പോകണമെന്ന് ചോദിക്കും കല്ലൂർ സ്റ്റേഡിയത്തിൽ. ഞാൻ പറയാം എനിക്കത് ഭയങ്കര സന്തോഷമാണ്, കാരണം ഒരുപാട് ലൈറ്റ്, ഒരുപാട് ആൾക്കാർ. എൻ്റെ ആഘോഷങ്ങൾ ഇതൊക്കെയാണ്. എൻ്റെ മക്കൾക്കും അതേ ഇത് തന്നെയാണ്. പക്ഷേ എന്താ പറയുക, ഞാൻ എൻ്റെ ബാല്യം വിട്ടുകൊടുക്കാൻ താല്പര്യമില്ല ഈ പ്രായത്തിൽ. അതിന് പുറകെയാണ് ഞാനിപ്പോഴും. ഈ മറ്റുള്ളവരെന്ത് ചിന്തിക്കണു എന്നല്ല, എനിക്ക് നഷ്ടപ്പെട്ടത് ഞാനിപ്പോൾ എൻജോയ് ചെയ്യണു. ഇനി എത്ര നാൾ നമ്മൾ ആരോഗ്യത്തോടെ ഉണ്ടാവുമെന്നോ. ഞാൻ ചെയ്ത ജോലികൾ അങ്ങനത്തെ, എൻ്റെ അവസ്ഥ അതായിരുന്നു. ആ സമയത്ത് കിട്ടിയ ഉപദ്രവങ്ങളൊക്കെ, ദേഹോപദ്രവങ്ങളൊക്കെ എൻ്റെ ശരീരത്തിൽ കേടായിട്ടിപ്പുണ്ട്. അപ്പോൾ എത്ര നാളും ഞാൻ ഇതേ രീതിയിൽ തന്നെ പറഞ്ഞു, ഞാൻ എത്ര നാളിനി ജീവിക്കുമെന്ന് അറിയില്ല. എനിക്ക് അറിയാം എൻ്റെ പ്രശ്നങ്ങൾ, അത് മറ്റുള്ളവരെ അറിയിക്കണമെന്നില്ല. പക്ഷേ ഞാൻ എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്കിപ്പോൾ മറവിയുണ്ട്. സ്പോർട്ടിൽ ഞാൻ കാര്യം നിങ്ങൾ വിചാരിക്കുക സാധാരണ എല്ലാവർക്കും ഉള്ള മറവി തന്നെ ആയിരിക്കും, പക്ഷേ എനിക്കുള്ളത് ഇത്തിരി ഹെവി ആയിക്കൊണ്ടിരിക്കുക. അതായത് ഞാൻ ചെയ്തിട്ടുള്ള വർക്കിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല പരിക്കിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് ഇത് ഞാൻ സൂപ്പർ പവറുള്ള ഒരു ലേഡി ആയതുകൊണ്ടല്ല, പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ധൈര്യം എന്ന് പറയുന്നുണ്ട്, അത് ശരീരത്തിനെ ബാധിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ആ സമയത്തൊക്കെ ആ തല്ലുകൊള്ളുന്ന വരെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ കരയാനും വേദനിക്കാൻ വേണ്ടിയാണല്ലോ എന്നെ ഉപദ്രവിക്കണേ. ഞാൻ ആ തല്ലുകൊള്ളുമ്പോൾ ചിരിച്ചാൽ പിന്നെ ആർക്കാണ് എന്നെ ഉപദ്രവിക്കാൻ അവർക്കൊരു രസം കിട്ടുക? ഞാനത് എൻജോയ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ശത്രുവിന് പിന്നെ എന്നെ ഉപദ്രവിക്കണ വല്ല ഗുണമുണ്ടോ? ഈ തെറി പറഞ്ഞത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഓൺലൈൻ മീഡിയയിൽ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും നെഗറ്റീവ് കമൻറ്റാണ് അവരെ വളർത്തിക്കൊണ്ടിരിക്കണേ. അത്രയും ഫോളോവേഴ്സ് കൂടി കണ്ടില്ലേ, അത്രയും വ്യൂവേഴ്സ് കൂടി കണ്ടില്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നു ശരിയാണ്, എന്നെ 10 പേര് കാണണമെങ്കിൽ ഇവർ തെറി പറയണം, പറയട്ടെ. പിന്നെ എനിക്കൊരു രസത്തിൻ്റെ പേരിൽ എനിക്കൊരു എൻ്റർടൈൻമെൻറ്റ് വേണമല്ലോ. അതുകൊണ്ട് ഞാനും ഈ പറഞ്ഞ ആൾക്കാർക്ക് നല്ല മറുപടി കൊടുത്തു. കാരണം അവരത് അർഹിക്കുന്നുണ്ട്. ഒരാളെങ്കിലും തിരിച്ച് കറക്റ്റായിട്ട് വിദ്യാഭ്യാസമല്ല ഒരു റിപ്ലൈയുടെ ഉത്തരം. വിദ്യാഭ്യാസമുള്ളവന് ചിലപ്പോൾ വായിൽ വരുന്ന മുഴുവൻ വികട സരസ്വതി ആയിരിക്കും. വിദ്യാഭ്യാസമുള്ളവനെല്ലാം തികഞ്ഞവനായിരിക്കണമെന്നില്ല, വെൽ ഡ്രസ്ഡ് ഇട്ടവനെല്ലാം തികഞ്ഞവനായിരിക്കണമെന്നില്ല. കോടികൾ കയ്യിലുണ്ടായിട്ടും ചിത്രത്തരം കാണിക്കാൻ പാടില്ലെന്നില്ല. ഒരാളുടെ കുത്തകയല്ല നല്ലതും ചിത്തമൊക്കെ, അത് ഓരോ സാഹചര്യമാണ്. എനിക്കുണ്ടായ സാഹചര്യത്തിൽ ഞാനിങ്ങനെ ആവുള്ളൂ. ചേച്ചിക്കുള്ള സാഹചര്യം എന്ന് പറയുന്നുണ്ട്. അപ്പം ചേച്ചിയോട് നമ്മൾ കുറച്ച് മുന്നേ സംസാരിച്ചപ്പോൾ പറഞ്ഞു, അമ്മ ആരാന്ന് ചോദിച്ചപ്പോൾ 3-ാം മാസത്തിൽ ഇട്ടിട്ട് പോയി, പിന്നീട് വളർത്തമ്മയാണ് ഉണ്ടായിരുന്നത്. ശരിക്കും നമുക്കറിയാം, ഞാൻ പറയില്ല, ഞാനൊരു സ്ത്രീ എന്ന നിലയിൽ ഒരു സ്ത്രീ അത് പറയുന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിൽ അത്ര അനുഭവിച്ചിട്ടാണ്. ഇപ്പം ആ അനുഭവിച്ചത് വെച്ച് നോക്കുമ്പോൾ ഈ കളിയാക്കലൊക്കെ നമുക്ക് മറ്റേ ചെവിയിലിടുന്ന നമ്മൾ മറ്റേ ഇതിടത്തില്ലേ, ബഡ്സ് പോലെ, അതായത് ഓക്കെ, അതായത് ഒരു സുഖമുണ്ടെന്ന് നമുക്ക് ഹാനികരമാണ്. നമുക്കറിയാതെ, കാരണം ഒരു കാലഘട്ടം കഴിയുമ്പോൾ നമ്മൾ പറയും ഇരുമ്പാണെ പോലെ അടിച്ച് പദം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരായുധമായി അല്ലേ. ഞാൻ എല്ലായിടത്തും പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് തന്നെ എല്ലാ ദുരന്തങ്ങളും എനിക്ക് തന്നെ ഒരു യുദ്ധമുറകളാണ്. അതോരോന്ന് പഠിച്ചു കഴിയുമ്പോൾ ലൈഫിൽ കിട്ടുന്ന ബുദ്ധിമുട്ടും ദുരന്തമൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പാഠങ്ങളാണ്. നമ്മൾ സ്ട്രോങ് ആക്കുക, ഏത് സാഹചര്യം ജീവിക്കാൻ പഠിപ്പിക്കുക.
എന്താ പറയുക, ഈ 3-ാം മാസത്തിൽ എന്നെ കളഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞത് എനിക്കറിയില്ല. എൻ്റെ 30-ാമത്തെ വയസ്സിലാണ് ഞാനതറിയണേ. ഓ, എനിക്കിട്ട് ഒരു വെട്ട് കിട്ടി. നിങ്ങളെൻ്റെ അമ്മയാണോ എന്നൊരു ചോദ്യം ഞാൻ എൻ്റെ അമ്മ, അതുവരെ ഞാൻ വിശ്വസിച്ചിരുന്ന ഒരു സ്ത്രീയോട് ചോദിക്കുമ്പോൾ, നിൻ്റെ അമ്മ ഞാനല്ല നിൽക്കുന്ന ആളോട് പോയി ചോദിക്കടിയെന്ന് പബ്ലിക്കായിട്ട് ഒരു സ്ത്രീ എൻ്റെ മുഖത്ത് നോക്കി പറയുമ്പോൾ, അത്രയും നാളും ഞാൻ അച്ഛൻ അമ്മ ഒന്ന് ആലോചിക്കും. ഒരു പെൺമക്കൾ അച്ഛൻ്റെ പുറകെ നടക്കും, അച്ഛൻ്റെ കൂടെ പെറ്റായിട്ട്. ഞാൻ എൻ്റെ അച്ഛനെ അനുകരിക്കാൻ നോക്കിയിട്ടുള്ള ഒരാളും കൂടിയാണ്. ബ്രൂസ് വെല്ലിനെ ഇഷ്ടപ്പെടുക, ജാക്കി ചാൻ ഇഷ്ടപ്പെടുക, ഒരച്ഛന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അങ്ങനെ ആവണം എന്ന് ചിന്തിച്ചിറന്ന് വെച്ചൊരു പെൺകുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനെ പോലെ തന്നെ നടക്കുക, അത് നടപ്പ് കണ്ടിട്ടില്ലേ, ഞാനൊരു പെണ്ണിനെ പോലെ കുനിഞ്ഞോ നാണം കിട്ടോ എല്ലാം നടക്കണേ. അപ്പോൾ അത് അനുകരിച്ചൊരു മകളാണ്. അപ്പോൾ ഇത്രയും നാളും ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് അച്ഛന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പുറകെ നടക്കണ മകൾ പെട്ടെന്ന് സുപ്രഭാതത്തിൽ അച്ഛനല്ല, അത് നിൻ്റെ അച്ഛനല്ല, നിൻ്റെ അച്ഛനാരാന്ന് അയാളോടൊന്ന് ചോദിക്കണേ, നിൻ്റെ അമ്മ ആരാന്ന് അയാളോടൊന്ന് ചോദിക്കണേ എന്നൊക്കെ പറഞ്ഞൊരു അമ്മ പറയുമ്പോൾ നമ്മൾ ഷോക്കാവും. അതും ഒരു വെട്ടൊക്കെ കിട്ടിയിരിക്കുന്നു. വെട്ട് കിട്ടിയിട്ടുണ്ട്, മുട്ടുകാലിനൊരു വെട്ട് കിട്ടിയിട്ടുണ്ട്. ആരാണ് വെട്ടി? അച്ഛൻ. അത്രയും നാളെ എന്നെ വളർത്തിയ ആൾ. പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഞാനൊരു വോയിസ് ഞാൻ പബ്ലിക്കിലിട്ടുണ്ട്. എൻ്റെ ഒരു അയൽവാസിയുടെ വീട്ടിൽ വന്ന ഒരു സ്ത്രീ, ഞാൻ ഈ അച്ഛൻ്റെ തല്ല് കിട്ടിയിട്ട് പോയിരുന്ന് കരയെന്ന വീട്ടിലെ എപ്പോഴും വരാറുള്ളൊരു കസിൻ, അവർ പറഞ്ഞ ഡയലോഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ പാതി വെച്ചിട്ടാണ് റെക്കോർഡിങ് ഓൺ ആക്കിയത്. കാരണം അവർ പോണ ട്യൂൺ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ അന്ന് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർ ഉള്ളുകൊണ്ട് ചിരിക്കുകയായിരുന്നു, ഇന്ന് നമ്മൾ ചിരിക്കുമ്പോൾ അവർ കരയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി തന്നു. അതായത് ബൈക്ക് കുടിക്കുന്ന നിനക്ക് എന്താ പറ്റിയ പാവം പെൺകുട്ടി ആയിരുന്നല്ലോ എന്ന് പറയുന്നതിൽ നമുക്ക് മനസ്സിലാക്കാം നമ്മൾ കരഞ്ഞുകൊണ്ടിരുന്നത് ഇവർ ആസ്വദിച്ചിരുന്നു. നമ്മളൊരിടത്ത് എത്തി ഒരു പൊസിഷൻ എത്തുമ്പോഴും ആ മീഡിയക്കകത്ത് നമ്മൾ ബൈക്ക് തെറി വിളിക്കണമെന്നല്ല കാണണേ, ഞാൻ ബൈക്ക് ഓടിക്കണു. ഇത് ആ വോയിസിൽ കൃത്യമായിട്ടുണ്ട്. ഞാൻ ചെറുതിലേ ഞാൻ അച്ഛൻ തല്ലുമ്പോൾ ഓടിച്ചെന്ന് ഇരിക്കുന്ന വീട് പേടിച്ചിട്ട് ആ വീട്ടിൽ വന്നൊരു സ്ത്രീയാണ് ആ സംസാരിക്കുന്നത് എന്നോട്. അതും വർഷങ്ങൾക്ക് ശേഷം എന്നെ കണ്ടിട്ടില്ല അവർ. എൻ്റെ 18-ാമത്തെ വയസ്സിൽ എൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരെന്നെ കണ്ടിട്ടില്ല. ആ സ്ത്രീയാണ് എന്നോട് സംസാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ബാല്യം മുഴുവൻ ബെൽറ്റിൻ്റെ ഇടയിലായിരുന്നു, ചൂലുകെട്ടിൻ്റെ ഇടയിലായിരുന്നു. എനിക്ക് കിട്ടിയതൊക്കെ അടിയാണെങ്കിൽ ആ തല്ലുകളിനെ ഞാൻ എൻ്റെ ജീവിതത്തിലും എന്താ പറയുക വരുമാനമാക്കി മാറ്റി. ഞാനത് ശരിയത് പറഞ്ഞു. എനിക്കത് സ്റ്റണ്ട് മാസ്റ്റർ എന്നുള്ളത് ശരിക്കും സ്റ്റണ്ട് മാസ്റ്റർ എന്ന് പറയുന്നത് അടിക്കാൻ മാത്രമല്ല, അടി തടയാനാണ് നമ്മൾ ആദ്യം പഠിക്കുക. സ്റ്റണ്ട് മാസ്റ്റർ ആയിട്ടല്ല ഞാൻ കയറിയേ. ഞാൻ സ്റ്റണ്ട് മാസ്റ്ററായിട്ട് 3 കൊല്ലമായിട്ടുള്ളൂ. ഓ, അതിന് മുമ്പ് ഞാൻ സ്റ്റണ്ട് കൊറിയോഗ്രാഫി ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം ഒള്ളി ആക്ഷൻ മൂമെൻറ്റ്സ്, അതായത് ഫൈറ്റ് മൂമെൻറ്റ്സ് മാത്രമാണ് സിനിമയിലെ ഫൈറ്റ് കൊറിയോഗ്രാഫി എന്ന്. അല്ല, ഒരു ആക്സിഡൻറ്റ് സീൻ ഉണ്ടാവുന്നത്, ഒരു റോപ്പിൽ ഈ നിങ്ങൾ കരാട്ടെ പഠിച്ചിട്ടുള്ള ആൾക്കാർ റോപ്പിൽ കയറി റോപ്പ് കെട്ടിയിട്ട് ജമ്പ് ചെയ്യുക അങ്ങനെയൊന്നും വേണ്ട. 2-3 സ്റ്റെപ്പ് എടുത്ത് ഒരാളെ ഒതുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ എന്താ പറയുക, സ്പീഡ് ടൈമിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഒരാളുടെ ദേഹത്ത് കൊണ്ടുണ്ടല്ലോ നമ്മൾ ഫൈറ്റ് ചെയ്യണേ, ഇത്ര ഫോക്കസിലെടുക്കണേ. പിന്നെ ഞാൻ മുഴുവൻ സിനിമക്കാരിയല്ല. അതുകൊണ്ട് തന്നെ സിനിമ പ്രാന്ത് പിടിച്ചാൽ സിനിമയിൽ കയറണമെന്ന് ആഗ്രഹിച്ച് വന്ന ഒരാളല്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് സിനിമയുടെ പല വാക്കുകളും അറിയില്ല. എനിക്ക് ലെൻസിനെ കുറിച്ച് അറിയില്ല, ഒന്നും അറിയില്ല. കാരണം ഞാൻ സിനിമ പ്രാന്തെടുത്ത് വന്ന ഒരാളല്ല. പിന്നെ സ്റ്റണ്ട് മാസ്റ്റർ കാളി എന്നുള്ളതാണ് ചേച്ചിയെക്കുറിച്ചൊരു 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇൻ്റർവ്യൂ ഇറങ്ങിയപ്പോൾ. അതന്ന് ആ കാർഡ് എടുക്കുന്ന സമയത്ത് ഒരാൾ മാർക്കറ്റിങ്ങിന് വേണ്ടി വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് പൈസ കൊടുത്ത് മാർക്കറ്റിംഗ് താല്പര്യമില്ല, പ്രൊമോഷന് വേണ്ടി എന്നെ പ്രൊമോട്ട് ചെയ്യണ്ടേ. അതായത് ഞാൻ ഇന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻ്റർവ്യൂ വേണം, ഒരുപാട് പരിപാടി വേണം. ഞാൻ പറഞ്ഞു 50,000 രൂപ തന്നിട്ടൊന്നും എനിക്ക് പ്രൊമോഷൻ താല്പര്യമില്ല. എൻ്റെ ലൈഫ് ഞാനിങ്ങനെ ആഗ്രഹമൊന്നും ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പൈസ മുടക്കിയിട്ട് ഒരു പ്രൊമോഷൻ്റെ ആവശ്യമില്ല. പിന്നെ എൻ്റെ നാവ് അത് ഭഗവാൻ തീരുമാനിച്ചിട്ടുള്ള, ദൈവം തീരുമാനിച്ചിട്ടുള്ള, ഞാൻ എൻ്റെ നാവിൽ നിന്ന് വന്നത് മുഴുവൻ എനിക്കറിയാം എവിടെയാണ് ചെന്നപ്പെടുക എന്നുള്ളത്, ഞാൻ എവിടെ ചെന്ന് ചേരും എന്നുള്ളത് എനിക്ക് നേരത്തെ അറിയാം. അങ്ങനെയുള്ളപ്പോൾ എനിക്ക് പ്രൊമോഷൻ്റെ ആവശ്യമുണ്ടോ? ദൈവം എനിക്ക് അതിനുള്ള കഴിവ് തന്നിട്ടുണ്ട്. നീ സ്വന്തമായിട്ട് എവിടെയെങ്കിലും എത്തണമെങ്കിൽ എത്തും എന്നുള്ളത് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ്, നിയോഗത്തിൽ ഞാൻ വിശ്വസിക്കണം. എൻ്റെ നിയോഗം ഇതാണ്,
ഞാൻ ഫൈറ്റ് പഠിക്കാത്ത ഞാൻ, ഡാൻസ് പഠിക്കാത്ത ഞാൻ, സംസാരിക്കാൻ അറിയാത്ത ഞാൻ, വിക്കും ഫിക്സും ഉള്ള ഞാൻ ഇവിടം വരെ എത്തി. ഇതൊക്കെ മാറിയെങ്കിൽ ദൈവത്തിൻ്റെ നിയോഗം എന്നെ പബ്ലിക്കിൽ എത്തിക്കുക എന്നുള്ളതാണ്. അത് നമ്മുടെ നാട്ടിൽ ഒരുപാട് പെൺകുട്ടികളുണ്ട് കാണാതെ പോവുകയും മറഞ്ഞു പോവുകയും ചെയ്യുന്ന. ചില ആൾക്കാർ, പല രാഷ്ട്രീയക്കാർ അങ്ങാടും ഇങ്ങാടും കുത്തിപ്പറിക്കുന്നുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ്. പക്ഷെ ഞാൻ ഓരോരുത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നുള്ളൂ. നമ്മുടെ ഭരണം, നമ്മുടെ സമൂഹം അത് തിരുത്താണ്ട് ഈ മറഞ്ഞു പോകുന്ന പെൺകുട്ടികൾ, ഒളിഞ്ഞു മാറുന്ന പെൺകുട്ടികൾ, കൊന്നുമല്ലാണ്ടായി പോകുന്ന പെൺകുട്ടികൾ ഉണ്ടാവില്ല. ഞാൻ പോരാടണം അതിന് വേണ്ടിയിട്ടാണ്. എനിക്കൊരു നിയമം വേണം. ഞാൻ മാതൃഭൂമിയുടെ ഒരു ഇൻ്റർവ്യൂ പുറത്ത് വന്നിട്ടില്ല. ആ നിയമത്തിൽ ഞാൻ പറയുന്നുണ്ട്, എനിക്കൊരു നിയമം വേണം. ഞാനൊരു 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്, അല്ലെങ്കിൽ എൻ്റെ 12 വയസ്സുള്ള പെൺകുട്ടിയാണ്. എനിക്കിങ്ങനൊരു കാര്യം സംഭവിച്ചു. ഞാൻ പറയണു, എനിക്ക് ഈ നാട് വേണ്ട, എനിക്കെൻ്റെ ഈ പേര് വേണ്ട, എനിക്കെൻ്റെ ഈ ഐഡൻറ്റിറ്റി വേണ്ട, എനിക്കെൻ്റെ ഈ വീട്ടുപേര് വേണ്ട. എനിക്ക് എൻ്റെ വിദ്യാഭ്യാസം വേണം, എനിക്കിഷ്ടപ്പെട്ടത് പഠിക്കണം, എനിക്കെല്ലാം മറക്കണം. അതിന് നിയമപരമായിട്ട് എനിക്കൊരു സപ്പോർട്ട് വേണം. ഈ സമൂഹം എന്നെ നോക്കിയിട്ട് വീണ്ടും എന്നെ അതിന് പ്രേരിപ്പിക്കരുത്, അല്ലെങ്കിൽ എന്നെ ക്വസ്റ്റ്യൻ ചെയ്യരുത് എന്ന് ഒരു 10 വയസ്സുള്ളൊരു കുഞ്ഞിന് തുറന്നു പറയാനുള്ള ഒരു വിദ്യാഭ്യാസം നമ്മുടെ സമൂഹത്തിൽ വേണം. നിയമം വേണം. ഓരോ സ്കൂളിലും നമ്മുടെ ദേഹത്തിന്, അല്ലെങ്കിൽ അത് സംഭവിച്ചു, പക്ഷെ അത് പറഞ്ഞ് ടോർച്ചർ ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നമുക്ക് വേണ്ട. ഒരു ഇരയെ പിടിച്ച് മൂലക്കിരുത്തിയിട്ട് മുഖം മറച്ചൊടിച്ചാലും ആ കുഞ്ഞിനെ കാണുന്ന, അറിയുന്ന ചുറ്റുപാട് അവിടെ ഉള്ളിടത്തോളം കാലം ആ കുഞ്ഞിന് ഒരിക്കലും അതിൽ നിന്ന് റിക്കവർ കിട്ടില്ല. എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്തൊക്കെയാണ് ഇരുത്തിയാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ മോളെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ എൻ്റെ മോൾക്ക് പറയാനുള്ളൊരു ധൈര്യം വേണം. അത് അമ്മയുടെ മടിത്തട്ടാണ്. ആ അമ്മയോട് മകൾക്ക് പറയാൻ പറ്റില്ല, എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് മകൾ പറയുവാണെങ്കിൽ, നമ്മുടെ ചുറ്റുപാട് അത്രേ ഉള്ളൂ. ആ കുട്ടി കൊടുക്കുന്ന സംരക്ഷണം എനിക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ ചുറ്റുപാടിൽ നിന്ന് എനിക്ക് ആ സംരക്ഷണം കിട്ടിയിട്ടില്ല. ഞാൻ സ്വയമാണ് പ്രതികരിച്ചിട്ടുള്ളത്. ഞാൻ സ്വയമാണ് പ്രതികാരം ചെയ്തിട്ടുള്ളത്. എനിക്കൊരു നിയമത്തിൻ്റെ സഹായം കിട്ടിയിട്ടില്ല. എൻ്റെ 15 വയസ്സ്, ഞാനിപ്പോഴും ചോദിക്കണം, എൻ്റെ 15 വയസ്സ് എവിടെ, എൻ്റെ 17 വയസ്സ് എവിടെ, എൻ്റെ 20 വയസ്സ് എവിടെ? എനിക്ക് തിരിച്ചതാ. ഈ പറഞ്ഞ ഒരാൾക്കും അതൊന്നും തിരിച്ചു തരാൻ പറ്റില്ല. പിന്നെ എന്തധികാരത്തിലാണ് എൻ്റെ വസ്ത്രത്തെ അല്ലെങ്കിൽ എൻ്റെ വേഷത്തെ നിങ്ങൾ കല്ലെറിയണേ, അല്ലെങ്കിൽ എൻ്റെ ഈ സംസാരത്തെ, എൻ്റെ ഈ ഒരു ആറ്റിറ്റ്യൂഡിനെ? ഞാൻ ഫൈറ്റ് ചെയ്തിട്ടില്ല, ഞാൻ ഫൈറ്ററല്ല. നിനക്ക് കളരി അറിയില്ല, കരാട്ടെ അറിയില്ല. 15ാമത്തെ വയസ്സിൽ 15 പേരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പെൺകുട്ടിയാണ് ഞാൻ ഫൈറ്ററാണ്. നിങ്ങൾ അടവ് പഠിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ദൈവം പറഞ്ഞു തന്നിട്ടുള്ള അടവാളെ, അത് നിങ്ങളുടെ എല്ലാവരും മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടത് കൈകാലം എവിടം വരെ പോകും, ഒരു ഫൈറ്റിന് പറ്റിയ മെഴുവഴക്കമുണ്ടോ ഉണ്ട്, അതറിഞ്ഞാൽ മതിയല്ലോ. എന്തും പഠിക്കാനുള്ള ധൈര്യമുണ്ടോ, മനസ്സുണ്ടോ, പഠിക്കും. ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല, ഡാൻസ് ചെയ്യണില്ലേ? ദൈവം വിചാരിച്ചാൽ, നമ്മ സ്വന്തമായിട്ട് വിചാരിച്ചാലും എല്ലാം നടക്കും. എനിക്ക് ആരോഗ്യം തന്നിട്ടില്ലേ, തണ്ടും തടി തന്നിട്ടില്ലേ? കുറച്ച് അസുഖങ്ങൾ അത് ട്രീറ്റ്മെൻറ്റിൻ്റെ പേരിൽ വന്ന കൂടിപ്പോയിട്ടുള്ളൂ. കാരണം എനിക്ക് ആ സമയത്ത് അതിനുള്ള വകുപ്പില്ല. ഈ 2 മക്കളായിട്ട് ഞാൻ എന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടേ, എൻ്റെ മക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവരെയും കൊണ്ടുപോകണം. ഞങ്ങൾ 3 പേർക്കും ഓരോരോ പ്രശ്നമുണ്ട്. ഞങ്ങൾ ആരെയൊക്കെയാണ് കൊണ്ടുപോകാം? ഞാൻ എൻ്റെ മക്കൾക്കല്ലേ ആദ്യം കൊടുക്കാം. ഇപ്പോൾ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ എൻ്റെ ചുറ്റുമുള്ള സുഹൃത്തുക്കൾക്ക് അറിയാം, ഞാൻ 2 ഫുഡ് പറയുള്ളൂ. ഇവർ 2 പേരുടെയും എച്ചിലും മതി എനിക്ക് വയററിയാൻ. എല്ലാ അമ്മമാരും അത് തന്നെയാണ്. മക്കളുടെ എച്ചിൽ നിന്ന് കഴിഞ്ഞാൽ വയറെന്ന് അറിയും. അത് അമ്മമാരുടെ പ്രത്യേകതയാണ്. കുറച്ച് കഴിയുമ്പോൾ ഈ അടിച്ചേൽപ്പിക്കുക, അതൊക്കെ നമ്മളതിൻ്റെ അടുത്തല്ല. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാൻ ആളില്ല. നമ്മുടെ മക്കളുടെ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കാൻ നമ്മളുണ്ട്. പക്ഷേ ഒരമ്മ തനിച്ചാണെങ്കിൽ, ഭർത്താവ് ഉണ്ടെങ്കിലും പലപ്പോഴും നീ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമില്ല. അച്ഛനന്നങ്ങനെ കാല വെട്ടി, അമ്മ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി ഇങ്ങനെ അന്വേഷിച്ചോ അമ്മ ആരാണ്? എന്നെ വേണ്ടാന്ന് ഞാൻ ചോദിച്ചപ്പോൾ കിട്ടിയ മറുപടി, പോയി വേണ്ട. ഈ 2ഉം കിട്ടി. പിന്നെ പോയ ആളെ, വേണ്ടാണ്ട് വെച്ച് പോയ ആളെ ഞാൻ എന്ത് തപ്പിപ്പോണം? നമ്മളെ വേണ്ടാന്ന് വെച്ച ആൾക്കാരെ നമ്മളൊരിക്കലും തേടിപ്പോരുത്. നമ്മളാണ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ വന്നു കഴിഞ്ഞാൽ സാഹചര്യം അറിയില്ലല്ലോ. സാഹചര്യം അതാണ്. എന്തുകൊണ്ടാണല്ലോ വിട്ടിട്ടും പോയേ?
ആ സാഹചര്യം ഇപ്പോഴും മാറിയിട്ടുണ്ടാവുമോ? ഈ പ്രായത്തിൽ ഞാൻ അവരെ തേടി പോയിട്ടുണ്ടെങ്കിൽ അവർ വേറൊരു ഫാമിലിയിലാണെങ്കിൽ ആ ഫാമിലി ഞാനൊരു പ്രശ്നക്കാരി ആരാണെന്ന് അറിയാമോ ചേച്ചിക്ക്? ഇല്ല, നോക്കിയിട്ടില്ല. എന്നെ ഒരാളും ചുറ്റുമുള്ള ഒരാൾ അംഗീകരിച്ചിട്ടില്ല, പിന്നെ എന്നെ കളഞ്ഞിട്ടും പോയ ആളെങ്ങനെ അംഗീകരിക്കും? ചേച്ചി ശരിക്കും ഫോർട്ട് കൊച്ചിക്കാരിയാണ്. ഞാൻ ഫോർട്ട് കൊച്ചി ജനിച്ചു, പാണ്ടി കോളനിയിൽ വളർന്നു, വൈപ്പിൻ മുരിക്കുംപാടത്ത് പിന്നെയുള്ള 10 വയസ്സ് കഴിഞ്ഞ് ഒരു 12 വയസ്സോടുകൂടി അവിടുത്തെ സ്കൂളിൽ പുതുവൈപ്പ് സ്കൂളിലോട്ട് ചേർന്നു. അത് കഴിഞ്ഞ് ആ സ്കൂളിലെ ചെറിയൊരു സംഭവം അതിനുശേഷം അതൊരു വലിയ സംഭവമായിട്ട് മാറി. ഒരു 12 വയസ്സ് തുടങ്ങി എന്തിനിത് നടന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കണം, അപ്പം എന്തുകൊണ്ട് നിന്നെ എന്ത് പറ്റി? അന്നത്തെ ആ ബാല്യത്തിലുള്ള പ്രശ്നം അത് ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിക്കാരി എന്നുള്ളൊരു ലേബിൾ, പിന്നെ ചട്ടക്കാരി എന്നുള്ള ലേബിൾ, എൻ്റെ വേഷം, പിന്നെ ശരീര വളർച്ച, ഒരു പെൺകുട്ടിക്കുള്ള വളർച്ച, പിന്നെ എന്താ പറയുക ഈ വരുത്തൻ സിനിമ കണ്ടിട്ടില്ലേ? ആ വരുത്തൻ സിനിമയിൽ എന്താ നടക്കണേ? പറഞ്ഞു നിർത്തുക, എന്താ പറയുക, ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുക, അതായത് വീമ്പിളക്കുക. അപ്പോൾ എനിക്കും കിട്ടണം. ഈ 10 വയസ്സേ ഉള്ളൂ 12 വയസ്സുള്ളൂ എന്നുള്ള ബോധം പോലും ഇല്ലാത്ത നാട്ടുകാരത് ഇപ്പോഴും പറയട്ടെ. പെൺപിള്ളേർ കുറേ പേര് ചോദിച്ചു ഞങ്ങൾ വൈപ്പിങ്, ഞാൻ ചോദിച്ചു ഇത്രേ ഉള്ളൂ. എൻ്റെ ക്ലാസ്മേറ്റ് ഫോം വിളിച്ച് ചോദിച്ചു നീ എന്തിനാണ് എപ്പോഴും വൈപ്പിങ്ങരെ കുറ്റം പറഞ്ഞത്? ഞാൻ ചോദിച്ചു നിൻ്റെയൊക്കെ കൂടെ പഠിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ സംഭവിച്ചത്. എന്നെ സ്കൂളിൽ നിന്ന് പുറത്താക്കുമ്പോഴും നിങ്ങൾക്ക് സത്യം അറിയാം. എന്ത് സംഭവിച്ചു സ്കൂളിൽ വെച്ച്? സ്കൂളിൽ ഒരു പോൺ ബുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ മോളെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിനൊരു അറിഞ്ഞിരിക്കണം. അന്നത്തെ കാലത്ത് മുത്തുച്ചിപ്പി ഇപ്പം അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ട് ചില പിള്ളേർ വന്നിട്ട് കമൻറ്റ് ഇടുന്നു. ശരിക്കും പറഞ്ഞാൽ അവർ മുത്തുച്ചിപ്പിന്ന് ഇറങ്ങിയിട്ടില്ല. അവർ ചിന്തിക്കണില്ല സ്വന്തം അമ്മ മറ്റൊരാളുടെ സഹോദരിയാണ്, അയാളുടെ മക്കൾ ഈ പറഞ്ഞ അമ്മനെയും അമ്മായി തന്നെ വിളിക്കുക. പക്ഷേ ഇവർ വിളിക്കുന്നതിന് മറ്റൊരു അർത്ഥം മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ചിന്തിക്കണില്ല ഈ അമ്മായി എന്ന് വെച്ചാൽ 2 അർത്ഥം ഉണ്ടെന്നുള്ളത്. അവരുടെ ചിന്താഗതിക്ക് എല്ലാവരും പവിത്രമായിട്ടുള്ളൊരു മാതൃ സഹോദരി, പിതൃ സഹോദരി എന്നുള്ളൊരു പേരും കൂടിയുണ്ട്. അത് മനസ്സിലാക്കാണ്ട് പറഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിലൂടെയാണ് ഈ പറഞ്ഞ അമ്മായി എന്നുള്ളതിന് വേറെ നെഗറ്റീവായിട്ടുള്ളത് തോന്നുന്നത്. അപ്പോൾ ഇത് പെൺകുട്ടികൾ കൊണ്ടുവന്നപ്പോൾ അന്നത്തെ കാലത്ത്, ഇന്നത്തെ കാലത്ത് പ്രശ്നമൊന്നുമല്ല, അന്നത്തെ കാലത്ത് അത് പെൺകുട്ടികൾ കൊണ്ടുവരുമ്പോൾ ഞാൻ ബാല്യം ഇതൊക്കെ ഒളിച്ചു കൊടുത്ത് കൊണ്ടുവരിക. അന്നൊരു കുട്ടി ഇങ്ങനൊരു അതിലും മോശമായൊരു പുസ്തകമാണ് കൊണ്ടുവന്നത്. അത് ഞാൻ കണ്ടു, ടീച്ചറോട് പറയാം, അതറിയാലോ കുട്ടികൾ തമ്മിലുള്ള അടിയായി, അടി ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വെച്ചാൽ ഞാനൊരു ആൺകുട്ടികളെ പോലെയാണ് എടുത്ത് പിടിച്ച് അടി അടക്കും. ഇന്ന് അവളായിട്ട് നല്ല ഇടി അടങ്ങുന്ന സമയത്ത് ടീച്ചർ വന്ന് കയറുമ്പോൾ ഞാൻ കൊച്ചിക്കാരി എന്നുള്ളൊരു ലേബലുണ്ട്. എല്ലാവരും ഫുൾ സ്കേർട്ട് ഇടുമ്പോൾ ഞാൻ ഹാഫ് സ്കേർട്ട് ഇടണേ. അപ്പോൾ അതൊരു ചീത്തപ്പേര് ടീച്ചേഴ്സിനൊക്കെ കുറച്ച്. പിന്നെ ഞാൻ ഫുട്ബോൾ പുറത്ത് മറ്റുള്ള കുട്ടികൾ ഈ തൊട്ട് കളിക്കുമ്പോൾ സാറ്റ് കളിക്കുമ്പോൾ ഞാൻ ആൺകുട്ടികളുടെ ഒപ്പം ഷട്ടിൽ പറ്റും ഫുട്ബോളൊക്കെ കളിക്കാൻ പോണേ. അപ്പോൾ ആൺകുട്ടികളോട് കൂട്ടുകൂടും. കാരണം ഞാൻ സൈക്കിൾ ഓട്ടണം. അന്ന് അവിടെ നടക്കാൻ പാടില്ല, സൈക്കിൾ ഓട്ടാൻ പാടില്ല പെൺപിള്ളേർക്ക്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. ആ സ്കൂളിൽ ഞാനൊരു പെൺകുട്ടിയാണ് സൈക്കിൾ ഓട്ടണം. അപ്പോൾ ഒരു തരം അങ്ങനെയായിരുന്നു, വിചിത്രമായൊരു ലോകമായിരുന്നു എനിക്ക്. എന്താ പറയുക, എനിക്ക് വല്ലാത്തൊരു ശ്വാസം മുട്ടല പലപ്പോഴും. വീടിൻ്റെ അകത്ത് തനിച്ചിരിക്കുമ്പോൾ എൻ്റെ ഡ്രസ്സുകൾ എടുത്തു പോകുന്ന ആൾക്കാർ വരെയുണ്ട്. പക്ഷേ അത് ചോദിക്കാൻ ആളുണ്ടായിരുന്നില്ല. നമ്മളെ പിന്നെ പോലെയാണ് എൻ്റെ വളർത്തമ്മയുടെ അനിയത്ര മോൻ വരെ നമ്മളോട് മോശമായിട്ട് ഒരു മാറിക്കഴിഞ്ഞാൽ അതെൻ്റെ അനിയൻ പറഞ്ഞാൽ പോലെ അംഗീകരിക്കാനുള്ള മനസ്സ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല, അവർ ഐസ് കമ്പനിയിലായിരുന്നു ജോലി. അപ്പോൾ ഒരു ഐറ്റൂട്ടി മാറി വരുമ്പോൾ ഇതൊക്കെ ഇത്. പിന്നെ അച്ഛനാണെങ്കിലും കൂട്ടുകാരൊപ്പം കുടിച്ച് ലാസ്റ്റ് ഞാൻ കറങ്ങി വരുമ്പോൾ എങ്ങനെയൊക്കെയോ വീട്ടിൽ വന്ന് കയറും. അപ്പോഴൊക്കെ ഞങ്ങൾ 2 പേരും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ. അതൊരു കാടിൻ്റെ ഉള്ളിൽ, അത്രയും കാടിൻ്റെ ഉള്ളിൽ. പിന്നെ അയൽവക്കത്തൊക്കെ TV കാണാൻ പോകുമ്പോൾ എന്താ പറയുക, ഇങ്ങനൊരു ചിന്തയാണ്, പെൺകുട്ടിയാണ് വീട്ടിൽ കയറുക അവൾക്ക് ശരിയല്ല എന്നുള്ള പേര്, ഇവള് ശരിയല്ല, തൻ്റെ അങ്ങനെയുള്ളത് നമ്മുടെ ആൺമക്കളെ വഴിതെറ്റിക്കും. ശരിക്കും പറഞ്ഞാൽ അവരുടെ ആൺമക്കളെ വഴിതെറ്റിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, പണ്ട് കാലത്ത് ഇപ്പം ഞാൻ എൻ്റെയൊക്കെ ചെറുതിലെയും ആൺകുട്ടികളോട് സംസാരിച്ചാൽ പിഴ എന്നുള്ളതാണ്, ഈക്വൽ ടു പിഴ. അതായത് ഫോർട്ട് കൊച്ചിയിലുണ്ടായിരുന്നില്ല. ഫോർട്ട് അത് ഫോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ടൂറിസ്റ്റ് കേന്ദ്രവുമാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ആയിട്ടുള്ള എന്താ പറയുക കുറച്ച് ആളുകൾ താമസിക്കുന്നത്. നമ്മുടെ എന്നൊക്കെ പറയുന്നത് റിമോട്ട് ഏരിയ ആണ്. ഞാൻ കോട്ടയം ജില്ലയിലെ റിമോട്ട് ഏരിയ ആണ്. ഞാൻ ഇന്നും ഓർക്കുന്നുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പം ഒരു പയ്യനോട് സംസാരിച്ചതിന്, പയ്യനോടെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു ചേട്ടനോട് ഞാൻ സംസാരിച്ചതിന് എൻ്റെ അച്ഛനോട് ചൂലും കെട്ടിനടി എന്നെ വീട്ടിലടിക്കത്തൊന്നുമില്ല. എൻ്റെ അച്ഛനോട് ഒരു പുള്ളിക്കാരി പറഞ്ഞു കൊടുക്കുക,
ശശി, അച്ഛൻ്റെ പേര് ശശീന്ദ്രനാണ്. മോള് ഒരു പയ്യനുമായിട്ട് സംസാരിച്ചു, അവർ തമ്മിൽ ലൈനാണ്, ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ലൈൻ, അപ്പം ഞാൻ ഞെട്ടി. ആണ്ടി ഇത് ഞാൻ ഞെട്ടുമല്ല ചെയ്യുന്നത്, ഇത് അച്ഛൻ വീട്ടിൽ വന്നിട്ട് ചോദിച്ചു കൊച്ചിന്ന് ആരോടെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിച്ചു. അച്ഛൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു ഞാൻ ഇന്നയാളായിട്ട് സംസാരിച്ചു. ഓക്കെ, അതവിടെ കൊണ്ട് തീർന്നു. അപ്പോഴാണ് അച്ഛൻ എന്നോട് ഇങ്ങനെ അമ്മയോട് പറയുന്നത് ഞാൻ കേൾക്കുന്നത്, ഈ പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോഴും പിഴച്ച പെണ്ണുങ്ങൾ ആണുങ്ങളോട് മിണ്ടിയാൽ അവളെ പോക്ക് കേസായിട്ടാണ് അവർ. എനിക്കും ചെറുതിലെ മുതലേ ആൺ സുഹൃത്തുക്കളായിരുന്നു ഉണ്ടായിരുന്നത്. എൻ്റെ കസിൻസ് മൊത്തം ആൺപിള്ളേരാണ്. ചേച്ചി പറഞ്ഞ പോലെ മറ്റുള്ളവർ മറ്റേ കഞ്ഞിയും കറിയും കളിക്കുമ്പോൾ ഞാൻ ആൺപിള്ളേരുടെ കൂടെ ക്രിക്കറ്റാണ് കളിച്ചേക്കുന്നത്. എനിക്ക് മൂത്തത് ബ്രദറാണ്. അവൻ്റെ കൂടെ കളിക്കാൻ പോകുമ്പോൾ എല്ലാ ആൺപിള്ളേരുടെ കൂടെ വെച്ചാൽ അവനെയാണ് എന്നെ നോക്കേണ്ട ഉത്തരവാദിത്തം. ഞാൻ അങ്ങനെ വളർന്നേക്കുന്നത്. അപ്പോൾ ചേച്ചി പറയുന്നത് എനിക്ക് റിലേറ്റഡ് ആവും. നമ്മളാണെങ്കിലും സ്കൂളിലും കോളേജിലൊക്കെ നമുക്കും ഈ തൻ്റെ ഇടമുള്ളത്. തൻ്റെ ഇടം ഒന്നുകൊണ്ടാണ് പിടിച്ച് നിൽക്കുന്നത്, ആളുകളോട് ഇടിച്ച് നിൽക്കുന്നത്. പിടിച്ചല്ല, ഇടിച്ച് നിൽക്കുന്നത്. നമ്മളോട് പറയാനും പേടിയാണ്. ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഫോൺ വായിച്ചു എന്ന് പറയുന്നത് ഇതുണ്ടല്ലോ, അതിലെന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. ഇത് ഞാൻ കൊണ്ടുവരാഞ്ഞിട്ടും കൂടി ഈ പെൺകുട്ടികൾ എന്താ പറയുക, ഞാനാണ് കൊണ്ടുവന്നതെന്ന് പറയുന്നത് പുറത്തിരിക്കുന്ന എച്ച് കേട്ടോ. അപ്പോൾ എച്ച് എമ്മിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെഡ് മാസ്റ്റർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്സസ് എന്ന് വെച്ചാൽ എൻ്റെ വേഷം ഒക്കെ ഭയങ്കര ചതുർത്ഥികളാണ്. അപ്പോൾ ഈ പുറത്തുനിന്ന് കേൾക്കുന്ന ആൾ ഏകദേശം ഒരു ധാരണയിൽ ഞാനാണ് കൊണ്ടുവരുള്ളൂ, ഞാനേ കൊണ്ടുവരുള്ളൂ. എൻ്റെ വേഷം കണ്ടാൽ അറിയാം, അവളെ കൊണ്ടുവരുള്ളൂ. ഇത് ചെന്നിട്ട് എൻ്റെ അനിയൻ്റെ ക്ലാസ്സിൽ ഒച്ചത്തിൽ അവനോട് പറഞ്ഞു, നിൻ്റെ ചേച്ചി വന്യ CL ഇന്ന പോലെ ഇന്ന സാധനം കൊണ്ടുവന്നിട്ട് ടീച്ചർ കൈ പിടിച്ചിട്ടുണ്ട്, നാളെ അച്ഛനോട് അവൾ പറയില്ല നീ പറയണം. അവരുടെ ക്ലാസ്സിലാകെ കോളിളക്കം പോയി. പക്ഷെ ഞാൻ പുറകെ തന്നെ ചെന്നിട്ട് എൻ്റെ അനിയൻ്റെ കൂട്ടുകാരുണ്ട്, അവനിത് കണ്ടിട്ടുണ്ട്, ഈ പെൺകുട്ടി ഇത് മേടിക്കണത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഈ സ്കൂളിൽ നിർത്തി ടീച്ചറോട് തെളിവ് സതം കാണിച്ചു. പിന്നെ എന്നെ മുട്ടു തീർത്തിരിക്കുക, പണിഷ്മെൻറ്റ് കിട്ടി, മുട്ടു തീർത്തിരിക്കുക. അപ്പോൾ ഞാനാണ് കൊണ്ടുവന്നതെന്നുള്ള. അപ്പോൾ ഈ HMൻ്റെ ഈ ഒരു സംസാരത്തിന് ശേഷമാണ് പ്രശ്നങ്ങൾ വഷളായത്. അതിൻ്റെ തെളിവെടുപ്പാണല്ലോ, ഇവിടെ ഇന്നാളുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളത്. അതിനാണ് ഞാൻ അനിയൻ്റെ ക്ലാസ്സിൽ ചെന്നിട്ട് അനിയൻ്റെ കൂട്ടുകാരനെ വിളിച്ചുകൊണ്ട് തന്നെ. അപ്പോൾ അതിനു മുമ്പുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടുകാല് നിർത്തിയിട്ട് ഞാൻ അവിടെ നിന്ന് അനങ്ങിയില്ല. ഞാൻ ചെയ്യാത്തതാണ്. ഞാൻ പറഞ്ഞു ഞാനങ്ങില്ല, ടീച്ചർ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനങ്ങില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കണ്ടുകൊണ്ടെന്ന് വെച്ചാൽ കുറച്ച് പിള്ളേരുണ്ടായിരുന്നു, എൻ്റെ കൂട്ടുകാരികളാണ്. അവർ ചെന്നിട്ട് ടീച്ചറോട് എന്നിട്ട് പറഞ്ഞു, ടീച്ചറെ ധന്യല്ല കൊണ്ടുവന്നേ, എന്നെ കുതിരാന്ന് വിളിക്കണേ, ധന്യല്ല കൊണ്ടുവന്നേ, ഇന്ന ആളാണ് കൊണ്ടുവന്നേ, വെച്ച സ്ഥലം ഞാൻ കാണിച്ചു തരാമെന്നും പറഞ്ഞിട്ട് ഈ പിള്ളേർ എന്നിട്ട് ഈ ഡെസ്കിൻ്റെ ഇടയിൽ നിന്ന് ഈ സാധനം എടുത്തുകൊണ്ട് വന്നു. ഇതെടുത്തുകൊണ്ട് വന്നിട്ട് ടീച്ചർ കൊടുത്തു. അന്ന് ഈ പെൺകുട്ടി സ്കൂൾ നിർത്തി പോയി. പേരൻസിനെ വിളിച്ചുകൊണ്ട് വരാൻ പറ്റുന്നില്ലല്ലോ, പഠിപ്പ് നിർത്തി. പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ HM ചെന്നിട്ട് പറഞ്ഞു, അങ്ങനെയാണ് ഞാൻ അനിയൻ്റെ കൂടെ കണ്ട് ഈ HMന് മുമ്പിൽ ഇത് കാണിക്കണേ. പക്ഷെ അപ്പോഴേക്കും ഇവരുടെ വാശി, ഈ പ്രായമുള്ള സ്ത്രീയുടെ വാശി എൻ്റെ ജീവിതത്തിനെ ഒന്നടക്കം നശിപ്പിച്ചു. കാരണം അവർ ചെയ്തിട്ടുള്ള തെറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഡൗട്ടാണ് ഞാൻ കോപ്പി അടിച്ചാണോ. എന്നെക്കൊണ്ട് ഒച്ചത്തിൽ ക്വസ്റ്റ്യൻ വായിപ്പിക്കും. അപ്പോൾ ഇവർക്ക് ഹിന്ദി അറിയില്ല. ഞാൻ ചെയ്യണതും എന്താ പറയുക, പാട്ട്, ഹിന്ദി പാട്ടുകൾ ഈ ഉത്തരം പോലെ വായിച്ച് കേൾപ്പിക്കും. ഇവർ ശരിയാണെന്ന് ചോദിച്ചാൽ അറിയാം പോയിക്കോ, അങ്ങനെ ഇൻസൾട്ട് ചെയ്യണം അവരവർ. അപ്പം ഞാനിവരെ മണ്ടിയാക്കും. അപ്പം ഞാൻ ടീച്ചറോടൊന്ന്, എൻ്റെ ഹിന്ദി ടീച്ചറെന്ന് പറയും, ധന്യയ്ക്ക് ചില സബ്ജക്റ്റുകൾ, ചില ടീച്ചേഴ്സുമാരെടുക്കുന്ന സബ്ജക്റ്റ് അത് ധന്യക്ക് ഭയങ്കര ഇഷ്ടമാണ്, അത് ധന്യ പഠിക്കും. അത് ആ ടീച്ചർമാർക്ക് വേണ്ടി തന്നെ പഠിക്കും. ഇപ്പം എൻ്റെ മക്കൾ ചെയ്യണ പരിപാടി ടീച്ചേഴ്സിന് വേണ്ടി പഠിക്കും. ഇഷ്ടപ്പെട്ട ടീച്ചർ ഇഷ്ടപ്പെട്ട രീതിയിൽ പഠിപ്പിച്ചാൽ എൻ്റെ മക്കൾ പഠിക്കും. അത് എന്നിൽ നിന്നുള്ള ഗുണമാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടൊരാൾ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറഞ്ഞാൽ അവരനുസരിക്കും. അതെൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി. എൻ്റെ അവൻ ഇഷ്ടമില്ലാത്ത ഒരാൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കില്ല. അതായിരുന്നു എൻ്റെയും ക്വാളിറ്റി. എനിക്ക് ടോമി സാറിന് ഇഷ്ടമല്ലായിരുന്നു, എന്നെ പഠിപ്പിച്ച സാറിനെ എനിക്കിഷ്ടമല്ല. എൻ്റെ പാവട പൊക്കി തല്ലുന്ന സാറായിരുന്നു അത്. അയാൾ എനിക്കിഷ്ടമല്ലാത്തതിൻ്റെ പേരിൽ ഞാൻ അയാളുടെ ഫിസിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് എനിക്കിഷ്ടമല്ല, എനിക്കറിയില്ല. ഒന്ന്, ഞാൻ പഠിച്ച വെളി സ്കൂളിൽ 2 കൊല്ലം അതിനുള്ള ടീച്ചേഴ്സ് ഉണ്ടായിരുന്നില്ല. അത് ഞാൻ പറഞ്ഞു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതെന്താണെന്ന് ബയോളജിക്ക് ഉണ്ടായിരുന്നു, കെമിസ്ട്രിയും ഫിസിക്സിനും ഉണ്ടാകാത്ത കാരണം എനിക്കതറിയില്ല എന്ന് പറഞ്ഞു. ജിയോഗ്രഫിക്കും ഇല്ല, മാത്സിനും ഇല്ല. ഗവൺമെൻറ് സ്കൂളിൽ അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടായി, സമരമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്.
ഇത് കേൾക്കാനോ ഉൾക്കൊള്ളാനുള്ള ആൾക്കാർ വേണ്ട. അപ്പോൾ അത് എനിക്കറിയില്ല, ഈ സബ്ജക്റ്റ് അറിയില്ല എന്താണെന്ന്, എന്നെ പഠിപ്പിച്ചിട്ടില്ല. ആ സമയത്ത് എൻ്റെ കൂടെ പഠിച്ച പിള്ളേർക്കൊക്കെ അറിയാം. യേശുദാസ് സാറുണ്ട്, ഹെഡ് മാസ്റ്ററാണ്. ഈ സമയത്തൊക്കെ കാലി ഫ്ലോറ അതും സംസ്കൃതി പഠിക്കാൻ എടുത്തിട്ട് സംസ്കൃതി അറിയാൻ പാടില്ല. എല്ലാ ദിവസവും ബുക്കിനായിട്ട് ഏറുള്ളൂ. ഹിന്ദി കണ്ടിട്ടാണ് ഞാൻ സംസ്കൃതി പഠിക്കാൻ പോയത്, സത്യം. അവിടെയും വൻ പരാജയമായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, ഞാനത് പറയുകയും ചെയ്തു. എന്നെ പഠിപ്പിച്ചത് അല്ലേ എനിക്കറിയാൻ പറ്റുമോ? എനിക്കറിയില്ല. എന്നെ ഭംഗിയായിട്ട് പഠിപ്പിച്ച ബെൻഡു സാറ് ബയോളജി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഹിസ്റ്ററി പഠിപ്പിച്ച സാറിന് എനിക്കിഷ്ടമായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിക്കും. മലയാള സെക്കൻഡ് എല്ലാം നല്ല പ്രസംഗമൊക്കെ എഴുതുമായിരുന്നു. ഇപ്പം ഈ സംസാരിക്കാനുള്ള കഴിവ് എവിടെയെന്നല്ലേ ഉത്തരം കൊടുക്കണേ. എൻ്റെ 1.5 പേജ് കവിയുന്ന പ്രസംഗം എൻ്റെ മലയാളം ദീപ ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കും. എൻ്റെ ഈ ഒരു രീതിയിൽ ഇന്ന പോലെയൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു അന്ന് തന്നെ. എൻ്റെത് എല്ലാത്തിലും പ്രാസം വെച്ചിട്ടേ ഞാൻ ഉത്തരം എഴുതിയിട്ടുള്ളൂ മലയാള സെക്കൻഡിൽ. അപ്പോൾ അത് ഭയങ്കര ഇഷ്ടം എൻ്റെ പേരിൽ പറയുന്നത്. പക്ഷേ ഇതൊന്നും ഉൾക്കൊള്ളാനുള്ള കഴിവ് ഹെഡ് മാസ്റ്റർക്കും കുറച്ച് ടീച്ചേഴ്സിനുണ്ടായിരുന്നില്ല. ഞാൻ ചെയ്യുന്ന കുർത്തക്കേടുകൾ, ഞാൻ ചെയ്യുന്ന മിമിക്രികൾ എൻജോയ് എന്ന് വെച്ചാൽ സാറുണ്ട്, PT സാറുണ്ട്, ബെൻഡോ സാറുണ്ട്. ഞാൻ HMനെയൊക്കെ അനുകരിക്കുന്നത് അവർ രസമായിട്ട് കണ്ടിരുന്നു വെച്ചാൽ ടീച്ചേഴ്സ് ഉണ്ട്. അതൊരു കഴിവായിട്ട് കാണാനുള്ള ചിന്തകൾ മറ്റുള്ളവരുടെ കയ്യിലില്ല. ഞാൻ അന്നേ എന്നെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ എഴുതിയ നാടകം മതി. ജില്ലാതലത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അതിലെ കഥാപാത്രം അഭിനയിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഈ കരയാനുള്ള അവസ്ഥ, അതായത് കരയാൻ എനിക്കറിയില്ല. എനിക്ക് ചിരിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് കരയേണ്ട ഭാഗം എത്തിയപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ട് തന്നെ നിന്നു. ഉള്ളി തേച്ചു, വിക്സ് തേച്ചു, എല്ലാം ചെയ്തു. പക്ഷെ കരച്ചിൽ മാത്രം വന്നില്ല. അപ്പോൾ ഇങ്ങനൊരു കഥാപാത്രമായിരുന്നു എന്നെ എഴുതാനും പുസ്തകങ്ങളുമായിട്ട് ഇഷ്ടമുള്ള കഥകൾ വായിക്കണേ, വരക്കാനും. സാറിൻ്റെ പടം വരച്ചിട്ടുണ്ട്, അതിനടിയിട്ടുണ്ട് കമ്പ്യൂട്ടർ സാറിൻ്റെ സാന്റക്രൂസിൽ, അതിനടിയിട്ടുണ്ട് മാസ്റ്റർ ഉണ്ടായിരുന്നു. അന്ന് അതിനെ അംഗീകരിക്കല്ല ചെയ്തിട്ടുള്ളത്. കാരണം ഞാൻ മോഹൻലാലിൻ്റെ പുസ്തകത്തിൽ മോഹൻലാലിൻ്റെ പടം വെച്ചിട്ട് കമ്പ്യൂട്ടർ ക്ലാസ് ആയിരുന്നു മോഹൻലാലിനെ വരക്കണേ. പക്ഷേ ഇടക്കിടക്ക് സാറടുത്തേക്ക് വരുമ്പോൾ സാറിൻ്റെ മുഖത്തോട്ട് നോക്കും. അപ്പോൾ മോഹൻലാൽ മാറി സാറായിപ്പോയി. അതിന് അടി കിട്ടി. സത്യതാണ് നടന്നത്. കാരണം അതിനുള്ള ബുദ്ധി ഉണ്ടായിരുന്നുള്ളൂ എനിക്ക്. പക്ഷെ ഇവർ വേറെ അർത്ഥത്തിൽ കണ്ടുപിടിച്ച്. നമുക്ക് കുറച്ച് നേരമായി മോളിരുന്ന് ഭയങ്കര ശ്വാസം വിട്ടുന്നല്ലേ? എനിക്ക് മനസ്സിലായി. ചേച്ചി എന്നതായി ചോദിക്കാൻ വന്നത്. ചേച്ചി വല്ല അല്ലേ അടിപൊളി ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചിട്ട് എന്നോടൊന്നും ചോദിക്കുന്നില്ല. ഇപ്പോൾ 9ാം ക്ലാസ്സിൽ അല്ലേ? എങ്ങനെ പോകുന്നു പഠിത്തമൊക്കെ? അപ്പം ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുമായിരുന്നു. അമ്മയുടെ പെറ്റാണല്ലേ. ഞാൻ വന്നപ്പോൾ കൊമ്പൊക്കെ കെട്ടിക്കൊടുത്ത് എല്ലാം അമ്മയോട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. 9ാം ക്ലാസ്സിൽ ഒരാൾ ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ്. എനിക്ക് മറ്റുള്ള കുർത്തക്കെട്ട് കാണിക്കുമ്പോൾ ഒത്തിരി സ്മാർട്ടായിട്ടുള്ള പെൺകുട്ടികളെ കാണുമ്പോൾ ഞാൻ എൻ്റെ മോളെന്താ അത് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞ ക്ലാസ് 9ാം ക്ലാസ്സാ.